ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ ചെടികളെ പറ്റിയിട്ടുള്ള ആണ് പറയുന്നത്. അപ്പോൾ ചെടികൾ അത് നമ്മളെ ഞാൻ വളർത്തി ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയുടെ സഹായത്തോടെയും ഉള്ളതുമായിരുന്നു. എനിക്ക് ചെടികളോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനത്തെ ചെടികളും അങ്ങനത്തെ ചെടികളൊക്കെ എല്ലാ ഭംഗിക്ക് എന്നൊക്കെ വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് നമ്മളെ ഗാർഡനിലേക്ക് തന്നെ പോവാം. അപ്പൊ നേരെ ഗാർഡനിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ ഞാൻ പറയുന്നത് പൂത്തിരിച്ചെടിയാണ്. പൂത്തിരിച്ചെടി എന്ന് പറയുന്നത് എല്ലാവരും ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന പൂത്തിരിച്ചെടി എന്നാണ് കേട്ടോ. നല്ല രസമുള്ളതാണ്. ഇതിന്റെ ഒപ്പം നമുക്ക് 3 എണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. ഈ പൂത്തിരിക്ക് പ്രത്യേകത നല്ല വെയിലും വേണം, നല്ല വെള്ളയും വേണം. അതുകൊണ്ടാണ് ഇതിൽ പൂത്തിരി ചെടി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചെടിയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, ഇനി അടുത്ത് വൈറ്റ് ഗോഗൻവില്ലാണ്. നമ്മളെ വൈറ്റ് ഗോഗൻവില്ല നല്ല ഭംഗിയിലും വൃത്തിക്കൊക്കെ വരും കേട്ടോ. അത് ഞങ്ങളെ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഉമ്മയുടെ സെലക്ഷൻ. എൻ്റെ ഉമ്മ അടിയിലൊക്കെ നോക്ക്. എൻ്റെ ഉമ്മ നല്ല ഭംഗിക്ക് നല്ല വൃത്തിക്കൊക്കെ ചെയ്തിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിന് വേറെ ചെടികളുണ്ട്. ഇനി നമുക്ക് അതിനൊപ്പം ഇനി നമ്മളെ പിങ്ക് ആണ്. പിങ്ക് ഗോഗൻവില്ലാണ്. ഇത് നമുക്ക് നീളത്തിൽ വന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. എല്ലാ ഇടയ്ക്ക് വെച്ച് നല്ല പൂക്കളും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഓറഞ്ച് പൂവും ഒക്കെ ഉണ്ട്. അത് നമ്മൾ അതിന് തൈ ഒരു ചട്ടിയിൽ വേറെ ആയിട്ട് ചെയ്യുമ്പോൾ കളർഫുൾ ആയിട്ട് വരും. ഇത് എൻ്റെ ഉമ്മ 2 ഐറ്റംസ് ആണ് കുഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 കളറായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഗോഗൻവില്ലാണ്, ഓറഞ്ച് ഗോഗൻവില്ല കേട്ടോ. ഇതെല്ലാവരുടെ വീട്ടിലും നന്നായി കാണാനും കേൾക്കാനും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഇതിന് പേരൊന്നും അറിയില്ല. എന്നാലും കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് ഗൈസ്. ഗൈസ് നല്ല ഫ്രഷാണ്. ഇതൊന്നും പുഴു തിന്നാതെ സൂക്ഷിക്കുന്നതാണ് ഗൈസ്. ഇനിയാണ് അടുത്ത സീസൺ അലേറിയ. അപ്പൊ ഗൈസ്, ഇതെന്ന് വെച്ചാല് നല്ല ഭംഗിയിൽ പച്ചപ്പെടുത്ത് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാൻ. പക്ഷേ ഇത് ഞങ്ങൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇഷ്ടത്തിന് ഇത് വളർന്നതാണ്. ഇനി നമുക്ക് അടുത്ത് ഇതിൽ റോസും ഉണ്ട്. പിന്നെ അതിന് പേരൊക്കെ അറിയില്ല. അപ്പോൾ ഇതിൽ റോസ് ഉണ്ട്, വൈറ്റ് റോസ് ആണ്. പക്ഷെ ഇത് വളർന്നിട്ടില്ല. വളർന്നെന്ന് പറയുമ്പോൾ പൂത്തിട്ടില്ല. ഇനി നമുക്ക് അപ്പൊ ഇതാ, ഇത് മറ്റേ നമുക്ക് കാണിച്ചു. ഇതാ ഇപ്പൊ കാണിച്ചു തരാം. ഇതുപോലത്തെ ആണ് ഇത്. ഇതിന് കുറച്ച് കളർ കുറവ്. ഇത് പൂത്തിരി കുറച്ചുള്ളൂ. ഇത് നമ്മൾ വെട്ടി ഷേപ്പ് ആക്കിയതാണ് കേട്ടോ. നമുക്ക് അടുത്തത് റോസ് ആണ്. റെഡ് ആണ്, പൂത്തിട്ടില്ല. പൂവിടാനുള്ള സീസൺ ആവുമ്പോഴാണ് പൂവിടുകയുള്ളൂ. അടുത്തതാണ് യുജീന. ഇത് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ വീടിന്റെ നടുക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ഭംഗിയുള്ള കാരണം ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചപ്പും അതിൻ്റെ അടുക്ക് ബ്രൗണും പിന്നെ അതിൻ്റെ ഒക്കെ ചെറിയ ലീവ്സുകളൊക്കെ വന്നിട്ടുണ്ട്. യുജീന. ഇതിന് കുറച്ചധികം വെയിലും വേണം, കുറച്ച് വെള്ളയും വേണം. ഇത് രണ്ടുമാണ്. എന്നാലാണ് ഇത് ഇത്ര ഉഷാറായിട്ട് വളർന്ന് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ ഗൈസ്, മണി പ്ലാന്റിനെ അപ്പൊ ഞാൻ പരിചയപ്പെടുത്തൊന്നും വേണ്ടല്ലോ, ഇതൊക്കെ അറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് ചട്ടിയിൽ കുഴിച്ചിട്ടിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു വടിയും കയറും ചുറ്റിയിട്ട് ഇങ്ങനെ വെച്ചോട്ടെ. അത് തനിയെ ചുരുട്ടി അതിൻ്റെ മേലേക്ക് പിടിച്ചോളും. മണി പ്ലാന്റ് ഞാൻ പിടിച്ചപ്പെടുത്തുന്നില്ലേ. അപ്പോൾ ഗൈസിൻ്റെ പേരൊക്കെ അറിയില്ല. ഞാൻ കാണുമ്പോൾ ഇതൊരു പൂത്തിരി പോലെ തന്നെയാണ് കേട്ടോ കാണുന്നത്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മളെ കറ്റാർവാഴ. ഇതിന് ആവശ്യത്തിന് വെള്ളം കുറച്ചേ പാടുള്ളൂ, വെയിൽ കുറച്ചധികം വേണം. അപ്പൊ ഗൈസ്, ഇതിന്റെ പേര് എന്താണെന്നും കൂടി അറിയില്ല. ഇത് മുല്ലപ്പൂവിന്റെ പോലൊക്കെ അത് വിടർന്ന് വന്നിരിക്കുന്നത്. പക്ഷെ മുല്ലപ്പൂ അങ്ങനല്ല, മണം ഒന്നും ഉണ്ടാവുകയില്ല. ഇത് രാവിലെ വിരിയും,
യാത്രയാവും നന്നായി അടഞ്ഞു വരും. ഒരു മുട്ട് പോലെ നല്ല ഭംഗിയിൽ വന്നു വരും. ഞാൻ ലാസ്റ്റ് ടൈം ഇത് കാണിച്ചതാണ്. സ്റ്റാച്ചു പോലത്തെ ഒരു ചെടിയാണ്. ഞാൻ നേരത്തെ കാണിച്ചത് ഏതായിരുന്നു? ഇതാ. ഇപ്പൊ നേരത്തെ കാണിച്ചത് ഇതാണ്, പക്ഷെ ഇപ്പോൾ കാണിച്ചതോ ഇതാണ്. ഇത് അതിന്റെ ചെറുതാണ്, അത് മറ്റേ വലുത്. അപ്പൊ ഗൈസ്, ഇതിന്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഉമ്മച്ചി പോയിട്ട് വാങ്ങിച്ചത് കൊണ്ടാണ്. അപ്പോ ഇത് ഭയങ്കര സൂക്ഷ്മയോടെയൊക്കെ നോക്കേണ്ടതാണ്. ഇതിന്റെ ഇടയിൽ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പൊ വെള്ളം ഒഴിച്ചെടുക്കാം. നല്ലതുപോലെ ചുവന്ന മണ്ണാണ് ഇവിടെ ഒഴിക്കുന്നത്. ഇത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ പൂത്തിരിച്ചെടി. നമ്മൾ വരുന്നത് പടർന്നു വരുന്ന ചെടിയാണ്. പടർന്നു വരുന്നത് എന്ന് പറയുമ്പോൾ ഇത് മറ്റേ ചെടിന്റെ കുഴിച്ചിടുന്നത്. ഈ പടർന്നു വരുമ്പോ കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം വേണം. ഈ മതിലിന് കൂടെ പിടിച്ചണ്ട് വന്നു. അപ്പൊ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് എന്റെ ഉമ്മ ഉണ്ടാക്കിയ, എന്റെ ഉപ്പച്ചി ഉണ്ടാക്കിയ പുതിയ ക്രാഫ്റ്റ്. ഇതെന്ന് പറയുമ്പോൾ ഒരു പൈപ്പ് വെച്ചിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. എന്ത് പെർഫെക്റ്റ് ആയിട്ടല്ല അവരുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എന്റെ ഉമ്മച്ചെടുത്തും എന്റെ ഉപ്പച്ചെടുത്തും ആയിട്ടുള്ള ഒരു കളക്ഷൻസുകളാണ് ഇത്. അവര് തടാകം കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ തൂക്കിലുള്ള ചെടിയും പിന്നെ കുറേ ചെടികളും മണി പ്ലാന്റ് പിന്നെ കുറേ ചെടികൾ പേരൊന്നും അറിയില്ല കേട്ടോ. പിന്നെ കുറേ ചെടികൾ. ഈ ചെടികളാണ് ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അത്രക്ക് ഭംഗിയായിട്ട് ലിപ്സ്റ്റിക് അഗ്ലോ നിന്ന് ഇതാണ് നല്ല രസമുള്ള ചെടി. പിങ്കും പച്ചയും ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പടർന്നു വന്നിട്ടുണ്ട്. ഗൈസ് ഇത് നേരത്തെ കാണിച്ച പൂവിന്റെ ചെടി വേറെയുണ്ട്. അപ്പൊ ഗൈസ് ഇത് ഇലച്ചെടിയാണ്. പക്ഷെ അതിന്റെ പേര് നന്നായിട്ട് അറിയില്ല. ഇലച്ചെടി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പക്ഷെ ഞങ്ങളെ വാങ്ങിക്കാൻ പോകുന്ന ഇലച്ചെടി എന്നൊക്കെ ചോദിക്കാം. പിന്നെ ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് വളമാണ്. വളം നന്നായി ഇട്ട് കൊടുക്കും. അപ്പൊ ഗൈസ് ഇത് നോക്ക്. ഇത് ഏറ്റവും ഭംഗി കണ്ട നമുക്ക് ഇതിന്റെ ഷേപ്പ് ലവ് പോലെ. ഇതിന്റെ അടിയിൽ നോക്കുക ഒരു നല്ല സെറ്റ് സാധനം ഉണ്ടാവും. വാവ്, സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഗൈസ് ഇതും അവര് സെറ്റ് ചെയ്ത ഭാഗം തന്നെയാണ്. അവരെന്താ ഇത് ശരിക്കും പറഞ്ഞ ഒരു ടിന്നാണ്. അവരത് പൊതിഞ്ഞിട്ട് അതിൻ്റെ അവിടെ ഒരു മാർബിൾ വെച്ചിട്ട് അതിമേല് കുറേ ചെടികൾ നിരത്തി അങ്ങോട്ട് വെച്ച് കേട്ടാം. ഇതാ നമ്മൾ നേരത്തെ കാണിച്ച ചെടികൾ തന്നെയാണ്. പക്ഷെ ഞാൻ ഇതിനെ പരിചയപ്പെടുത്തില്ല. ഇത് വൈറ്റ് ആൻഡ് പച്ച മണി പ്ലാന്റ് ആണ്. ഇതിന് ആവശ്യത്തിന് വെള്ളയും ആവശ്യത്തിന് വെയിലും വേണം. പിന്നെ ഗൈസ് ഇതും കൂടി നോക്കും. ഇത് നമ്മൾ തൂക്കിയുള്ള ചെടി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്ന് വല്ലാണ്ടായിരിക്കും. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അവിടെ ഒരു ക്ലിക്ക് ബെല്ലും കൂടി ഉണ്ട്. ആ ബെല്ലമർത്താൻ മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാൻ മറക്കരുതേ. ബൈ, സീ യു.